കണ്ണാടിയിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ വിനേഷ് കണ്ണാടി നമുക്കൊപ്പം ചേരുന്നു. എന്തായിരുന്നു അപ്പോൾ നടന്നത്? അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ 6 വാഹനങ്ങളിലായിട്ട് ഈ സംഭവ സ്ഥലത്ത് വന്നിരുന്നു. വീടുകൾ കയറി ഈ പണം കൊടുക്കുന്നുള്ളൊരു വർത്തമാനം നമ്മൾ കേട്ടു. ഇത് മുൻപേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് ഉണ്ടായത് ഈ വാഹനങ്ങൾ കാരണം ആ ചെറിയൊരു റോഡായിരുന്നു. റോഡ് ബ്ലോക്കായി. അപ്പോൾ ഞാൻ നമ്മുടെ വാഹനം അവിടെ നിർത്തിയിട്ടായിരിക്കുമായിരുന്നു. ഈ സ്ഥാനാർത്ഥി ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്, ഒരു അമ്മച്ചിയെ കാണുന്നുണ്ട്, കൂടെ പോയൊരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി തിരിഞ്ഞതും ഈ സ്ത്രീ തനിച്ചിറങ്ങിപ്പോയി അവിടുത്തെ സ്ത്രീയുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് സംശയം തോന്നിയപ്പോൾ കാറിൽ നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ പൊതിഞ്ഞു കൊണ്ടുപോയ ഒരു സാധനം ആ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയി, പൈസയാണെന്നുള്ള സംശയത്തിൽ ഇറങ്ങിപ്പോയി. കൈ തുറന്ന് നോക്കുമ്പോൾ പൈസയാണ്. അപ്പോൾ ആ വന്ന സ്ത്രീയോട് ഇപ്പോൾ ഈ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നത് ശരിയില്ല എന്ന് പറഞ്ഞു. ആ കാര്യം സ്ഥാനാർത്ഥിയോട് ആ സ്ത്രീ പോയി പറഞ്ഞു. ഈ സ്ഥാനാർത്ഥിയുടെ നിങ്ങളോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? അപ്പോഴത്തെ അവിടെ നിന്നൊരു 500 മീറ്റർ മാറി സ്ഥാനാർത്ഥിയുടെയും കൂടെ വന്ന വാഹനങ്ങളും നിൽക്കുകയായിരുന്നു. ഞങ്ങളെ തടുത്ത് നിർത്തിയിട്ടാണ് പിന്നെ ഈ ഞങ്ങളോട് ക്ഷോഭിക്കുന്നത്. വീഡിയോ കളയണം, മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ മൊബൈൽ തട്ടിപ്പിടുങ്ങാനൊക്കെയാണ് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് മോശം രീതിയിൽ പെരുമാറി എന്നുള്ളൊരു ആക്ഷേപമാണ്. ആ വീഡിയോയിൽ കണ്ടാലറിയാം, സഭ്യതരമല്ലാത്ത ഭാഷയാണ് അവരെല്ലാവരും ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പക്ഷേ മര്യാദയുടെ ഒരു അളവ് പോലും തെറ്റിക്കാതെ തന്നെയാണ് അവരോട് സംസാരിച്ചത്. വേറെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരോടത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരതെല്ലാം മറികടന്ന് ഈ കള്ളത്തരം പിടിച്ചതിൻ്റെ ഒരു ജാളിതയിൽ ഞങ്ങളോട് തട്ടിക്കയറാനും എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങളോട് പെരുമാറുകയാണ്. നിയമപരമായി മുന്നോട്ട് പോകാനാണോ കോൺഗ്രസ്? പരമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.